എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കറുപ്പ് കടല ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഗ്രേവിയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ കറുപ്പ് കടല 8 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി കഴുകിയതിന് ശേഷം മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ്, കറിവേപ്പില, പെരുംജീരകം, പട്ട, മഞ്ഞപ്പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും 7-8 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേവിച്ചെടുക്കാം. സ്റ്റീം പോയതിനു ശേഷം ഞാൻ കുക്കർ തുറന്ന് നോക്കി. കടല ആവശ്യത്തിന് തന്നെ വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നമ്മൾ മുഴുവനായിട്ട് ചേർത്തത് കാരണം വെന്തിട്ടുണ്ട്, പക്ഷെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. അത് ഞാൻ തൽക്കാലത്തിന് സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വെളിച്ചെണ്ണ ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം അതിനാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. വെളിച്ചെണ്ണ ചൂടായി വന്നത് ഞാൻ അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതും അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ശേഷം തക്കാളിയും കറിവേപ്പിലയും ചേർത്തിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് മസാലക്കൂട്ടൊക്കെ ചേർക്കാം. അതിനായി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മല്ലിപ്പൊടി മുളക് പൊടിയേക്കാൾ കുറച്ച് അധികം ചേർക്കാനായി ശ്രദ്ധിക്കണേ. പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ആദ്യം മാറ്റി വെച്ചിരുന്നല്ലോ, അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക, ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ ഈ കടല വേവിച്ച വെള്ളമുണ്ടല്ലോ, അത് തന്നെ കുറച്ച് ചേർത്തിട്ട് ഒന്ന് തിള വരുന്നോടം വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന കടല വെള്ളത്തോട് കൂടി ചേർക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വെള്ളം അധികം തന്നെ ഉണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം 5-6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേന് ഈ മസാല കടലയിലേക്കും പിടിച്ചിട്ടുണ്ടാവും. 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ ആ ഒരു ഗ്രേവി കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഉണ്ട്. ഇനി അത് വെറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചിരകി വെച്ചിരിക്കുന്ന നാളികേരവും കറിവേപ്പിലയും കൊത്തമല്ലിയും ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു കടല ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെ വെച്ചാൽ നിങ്ങൾക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ. ഈ ചാനലിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.